യേശുവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 3-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ അനത്തോലി എന്ന കൊച്ചു ഗ്രാമത്തിൽ, ഇപ്പോഴത്തെ തുർക്കിയിലെ ധേമർ എന്ന സ്ഥലം, മാന്യനും ദൈവവിശ്വാസിയുമായ ഒരു മനുഷ്യൻ 3 പെൺമക്കളോടൊപ്പം ജീവിച്ചിരുന്നു. ഒരു കാലത്ത് അവർ ധനികരായിരുന്നു. പക്ഷെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ പാടുപെടുകയായിരുന്നു അദ്ദേഹം. പലയിടത്തും ജോലിക്ക് ശ്രമിച്ചു, പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. ആരും അവരെ സഹായിക്കാനില്ലായിരുന്നു. പട്ടിണി കിടന്നു മടുത്തപ്പോൾ ഒരു രാത്രി പെൺമക്കൾ അപ്പനോട് പറഞ്ഞു, നാളെ മുതൽ ഞങ്ങൾ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു പോകാം, അല്ലെങ്കിൽ ഭിക്ഷ തണ്ട. ദൈവവിശ്വാസിയായ അപ്പൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ വരട്ടെ മക്കളെ, ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം, അവിടുന്ന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും. അപ്പനും മക്കളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുറ്റത്തിനടുത്തുള്ള ഗ്രാമപാതയിലൂടെ നടന്നു പോയിരുന്ന നിക്കോളാസ് എന്ന ധനിക യുവാവ് ഈ സംസാരമെല്ലാം കേൾക്കാനിടയായി. ഉദാരമനസ്കനും നല്ലവനുമായ ആ കത്തോലിക്ക യുവാവിന് അവരോട് വളരെ അനുകമ്പ തോന്നി. അവരെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചു. പണം കൊടുത്താൽ മാന്യനായ ആ മനുഷ്യൻ വാങ്ങാൻ മടിച്ചെങ്കിലോ? അന്ന് തൻ്റെ വീട്ടിലെത്തിയ നിക്കോളാസ് ആ വീട്ടുകാരെ സഹായിക്കാൻ ഒരു വഴി കാണിച്ചു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. വളരെ വിലപിടിപ്പുള്ള 3 സ്വർണ്ണക്കട്ടികൾ നിക്കോളാസിന്റെ പക്കലുണ്ടായിരുന്നു. അവയിലൊന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇടാമെന്ന് അവന് തോന്നി. രാത്രിയുടെ മറവിൽ നിക്കോളാസ് അവരുടെ വീട്ടിലെത്തി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണക്കട്ടി ജനലിലൂടെ വീട്ടിനുള്ളിലേക്ക് ഇട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആ സ്വർണ്ണക്കട്ടി ആ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ മക്കളോട് പറഞ്ഞു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, ദൈവത്തിന് സ്തുതി. അദ്ദേഹം ആ സ്വർണം വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടുംബകാര്യങ്ങൾ നടത്തുകയും മൂത്ത മകളുടെ വിവാഹ ചിലവുകൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. താൻ നൽകിയ സ്വർണം മൂലം ആ കുടുംബത്തിനുണ്ടായ സന്തോഷം നിക്കോളാസിനെ ആനന്ദഭരിതനാക്കി. കുറെ നാൾ കഴിഞ്ഞ് ഒരു സ്വർണ്ണക്കട്ടി കൂടി അവൻ അവരുടെ വീട്ടിലെത്തിച്ചു. ദൈവത്തിന്റെ ദാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സ്വർണം 2ാമത്തെ മകളുടെ വിവാഹത്തിനായി കുടുംബനാഥൻ ഉപയോഗിച്ചു. കുറെ കാലം കഴിഞ്ഞ് തൻ്റെ പക്കലുണ്ടായിരുന്ന 3ാമത്തെ സ്വർണ്ണക്കട്ടിയും നിക്കോളാസ് അവരുടെ വീട്ടിലെത്തിച്ചു. പക്ഷേ ഇത്തവണ അവൻ പിടിക്കപ്പെട്ടു. മുറിയിലേക്ക് സ്വർണ്ണക്കട്ടിയിടുന്നത് ആ കുടുംബനാഥൻ കാണാനിടയായി. താൻ ചെയ്ത കാര്യം ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിക്കോളാസ് ആ കുടുംബത്തോട് യാത്ര പറഞ്ഞു. AD 270 മാർച്ച് 15-ാം തീയതി റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായ ഏഷ്യ മൈനറിലെ, ഇപ്പോഴത്തെ തുർക്കിയിലെ ധേമർ, അനത്തോലി എന്ന ഗ്രാമത്തിലാണ് നിക്കോളാസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ എപ്പിഫാനിയൂസും യോഹന്നായും വലിയ ധനികരും ദാനശീലരും ആയിരുന്നു. അവരുടെ ഏകപുത്രനായിരുന്നു നിക്കോളാസ്. നിക്കോളാസിന്റെ മാതാപിതാക്കൾ പ്ലേഗ് ബാധിച്ചു മരിച്ചുപോയി. അദ്ദേഹം ദുഃഖിതനായി. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ധാരാളം സ്വത്ത് അവകാശമായി ലഭിച്ചതിനാൽ സാമ്പത്തികമായി യാതൊരു അല്ലലുമില്ലായിരുന്നു. വളരെ നല്ല ദൈവഭക്തനായിരുന്നു നിക്കോളാസ്. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. മാതാപിതാക്കളുടെ അകാല വേർപാടിന് ശേഷം അമ്മാവനായ പതിരയിലെ മെത്രാനായിരുന്ന നിക്കോളാസ് ആണ് അദ്ദേഹത്തെ വളർത്തിയത്. നിക്കോളാസ് സിയോണിലെ ആശ്രമത്തിൽ ചേരുകയും അവിടുത്തെ ആബട്ടാവുകയും ചെയ്തു. AD 312-315 കാലഘട്ടത്തിൽ ബെത്ലഹേമിലെ ഗുഹകളിൽ ആശ്രമ ജീവിതം നയിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഇസ്രായേലിലെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിയ വിശുദ്ധ നിക്കോളാസിന്റെ നാമത്തിൽ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം വിശുദ്ധ നിക്കോളാസിന്റെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ചില കയ്യെഴുത്ത് പ്രതികൾ ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസിന്റെ അരമനയിൽ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. AD 317 നിക്കോളാസ് ഏഷ്യ മൈനറിലേക്ക് തിരിച്ചു പോവുകയും വൈകാതെ മീറ രൂപതയുടെ മെത്രാനായി അഭിഷിക്തനാവുകയും ചെയ്തു. വളരെ വിശുദ്ധനും തീക്ഷ്ണമതിയും അത്ഭുത പ്രവർത്തകനുമായ നിക്കോളാസ് മെത്രാൻ മതവർദ്ധകനായ ഡയക്ലീഷ്യൻ ചക്രവർത്തി അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ജയിൽ മോചിതനാവുകയും ഒക്കെ ചെയ്ത മഹത് വ്യക്തിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അഭ്യർത്ഥന പ്രകാരം നിക്കോളാസ് മെത്രാൻ 1-ാം നിക്കിയ സൂനഹദോസിൽ പങ്കെടുത്തവരുടെ രജിസ്റ്ററിൽ 151-ാം നമ്പറായി ലിസിയയിലെ മീറ രൂപതയുടെ മെത്രാൻ നിക്കോളാസ് എന്ന് എഴുതി അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ചരിത്രപരമായ വിശ്വാസ്യതയാണ് ഇത് നമുക്ക് നൽകുന്നത്. സൂനഹദോസിൽ ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്കെതിരെ അതിശക്തമായി നിക്കോളാസ് വാദിച്ചു. സഭയ്ക്ക് വേണ്ടി വളരെ തീഷ്ണതയോടെയും ഫലപ്രദമായും പ്രവർത്തിച്ച് പ്രസിദ്ധനായി തീർന്ന മീറായിലെ മെത്രാൻ 343 ഡിസംബർ 6-ാം തീയതി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മീറായിലെ ദേവാലയത്തിൽ സംസ്കരിച്ചു. 6-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ശവകുടീരം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി.
1087 ഇറ്റാലിയൻ നാവികർ നിക്കോളാസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി ഇറ്റലിയിലെ ബാരി എന്ന സ്ഥലത്ത് അടക്കം ചെയ്തു. തുടർന്ന് വിശുദ്ധ നിക്കോളാസിനോടുള്ള ഭക്തി യൂറോപ്പ് മുഴുവൻ പ്രചരിച്ചു. ബാരി ജനത്തിരക്കേറിയ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. 11-ാം നൂറ്റാണ്ടിൽ അവിടെ വലിയ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. റഷ്യയുടെയും ഗ്രീസിന്റെയും ദേശീയ മധ്യസ്ഥനാണ് നിക്കോളാസ്. ടർക്കിയിലെ ധേമർ നഗരം ആധുനിക രീതി പുതുക്കി പണിയപ്പെട്ടു. വിശുദ്ധ നിക്കോളാസിന്റെ ശവകുടീരത്തിനടുത്താണിത്. റഷ്യയിൽ നിന്ന് 100 കണക്കിന് തീർത്ഥാടകർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിനാൽ തുർക്കിയിലെ ടൂറിസം സാംസ്കാരിക മന്ത്രാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ നിക്കോളാസിന്റെ പേരിലുള്ള പഴയ ദേവാലയം പുതുക്കിപ്പണിതു. റഷ്യക്കാരനായ പോട്ടോസ്കി എന്ന ശില്പി നിർമ്മിച്ച നിക്കോളാസിന്റെ ഒരു പിച്ചള പ്രതിമ പുതിയ ദേവാലയത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കാനായി റഷ്യൻ ഗവൺമെന്റ് സംഭാവന ചെയ്തു. അവിടുത്തെ മേയറായിരുന്ന സുലൈമാൻ ടോഷ്കു 2005 ആ പ്രതിമ മാറ്റി സാന്തോക്ലോസിന്റെ ഒരു ചുവന്ന പ്ലാസ്റ്റിക് പ്രതിമ സ്ഥാപിച്ചു. എന്നാൽ റഷ്യൻ ഗവൺമെന്റിന്റെ എതിർപ്പ് മൂലം നിക്കോളാസിന്റെ പ്രതിമ തിരികെ കൊണ്ടുവന്നു ദേവാലയത്തിന്റെ ഒരു മൂലയ്ക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് സാന്താക്ലോസ് എന്ന ഐതിഹ്യ കഥാപാത്രമായി മനുഷ്യ മനസ്സുകളിൽ നിക്കോളാസ് സ്ഥാനം പിടിച്ചു. സാന്താക്ലോസുമായി ബന്ധപ്പെട്ട അനേകം കഥകൾ മെനയപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്മസ് പപ്പ എന്ന കഥാപാത്രം ക്രിസ്തുമസ് ആഘോഷത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും പ്രതീകമായി ക്രിസ്മസ് പപ്പ കണക്കാക്കപ്പെട്ടു. പ്യൂരിറ്റൻസ് ക്രിസ്മസ് ആഘോഷത്തെ നിരോധിച്ചപ്പോൾ ഇംഗ്ലണ്ടിൽ പരമ്പരാഗതമായ ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രമായി ക്രിസ്മസ് പപ്പായെ ജനങ്ങൾ നെഞ്ചിലേറ്റി. വിക്ടോറിയൻ കാലഘട്ടം വരെ ക്രിസ്മസ് പപ്പായ്ക്ക് സമ്മാനം നൽകലുമായോ കുട്ടികളുമായോ ബന്ധമുണ്ടായിരുന്നില്ല. എന്നാൽ വിക്ടോറിയൻ കാലഘട്ടം മുതൽ ക്രിസ്മസ് ആഘോഷങ്ങളിലെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പരിഗണനയും സ്ഥാനവും ലഭിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനും സമ്മാനം നൽകുന്നവനുമായി ക്രിസ്മസ് പപ്പ മാറി തുടങ്ങി. 1850-കളിൽ ലോകപ്രശസ്ത സാന്താക്ലോസ് പ്രതിച്ഛായ ക്രിസ്മസ് പപ്പായിൽ സങ്കല്പിക്കപ്പെട്ടു. 1880 ആയപ്പോഴേക്കും ക്രിസ്മസിന്റെ ആഹ്ലാദ പ്രതിരൂപത്തെ ജനങ്ങൾ ക്രിസ്മസ് പപ്പ എന്നും സാന്താക്ലോസ് എന്നും മാറി മാറി വിശേഷിപ്പിച്ചു തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൽ 2 സങ്കല്പങ്ങളും ഒന്നായി തീർന്നു. ആധുനിക ഡിക്ഷണറികളിൽ 2 വാക്കുകളും ഒന്നായി പരിഗണിക്കാൻ തുടങ്ങി. ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ക്രിസ്മസ് പപ്പ എന്നറിയപ്പെടുന്ന സാന്താക്ലോസ്. ഗാനങ്ങൾ ആലപിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ഗായക സംഘത്തിന്റെ കൂടെ സാന്താക്ലോസ് ഉണ്ടായിരിക്കും. ക്രിസ്മസ് ട്രീയുടെ അടുത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്യാൻ സാന്താക്ലോസ് ഉണ്ട്. ക്രിസ്മസ് കലാപരിപാടികൾ നടക്കുമ്പോഴും സാന്താക്ലോസിന്റെ സാന്നിധ്യവും സദസ്സിലും സ്റ്റേജിലുമായി നിറഞ്ഞു നിൽക്കാറുണ്ട്. നീണ്ട വെള്ളത്താടി, മൂക്കോൺ തൊപ്പി, ഉണ്ടക്കുടവയർ, നീളമുള്ള ഊന്നുമടി, മുഖമറയ്ക്കുന്ന മാസ്ക്, അലങ്കൃതമായ വെള്ളക്കുപ്പായത്തിന് മുകളിൽ ചുവപ്പ് നിറമുള്ള കോട്ട് എന്നിവയൊക്കെയും അണിഞ്ഞ് തോളിൽ സമ്മാനങ്ങൾ നിറഞ്ഞ സഞ്ചിയും തൂക്കി കരോൾ ഗാനങ്ങളുടെ നൃത്തവിന്യാസത്തോടെ നടക്കുന്ന സാന്താക്ലോസ് കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഹരമാണ്. വളരെ ജനകീയനായ ഒരു ഐതിഹ്യ കഥാപാത്രമാണ് അദ്ദേഹം. എന്നാൽ ദേവാലയത്തിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ സാന്താക്ലോസ് ഉണ്ടാവില്ല. ദൈവാലയത്തിന് പുറത്തുള്ള ചടങ്ങുകളിൽ ആളുകളെ ചിരിപ്പിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയുമാണ് സാന്താക്ലോസിന്റെ ദൗത്യം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സാന്താക്ലോസിനെ പറ്റി നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ നിക്കോളാസിന്റെ സ്നേഹവും ഔദാര്യവുമാണ് ക്രിസ്മസിന് എല്ലാവർക്കും സമ്മാനം നൽകുന്ന പപ്പയായി അദ്ദേഹത്തെ മാറ്റിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്മസ് കാലത്ത് കാലുറകൾ പുകപ്പുരകളിൽ തൂക്കിയിടുന്ന പതിവുണ്ട്. രാത്രിയിൽ ആരുമറിയാതെ നിക്കോളാസ് പണ്ട് സാധു കുടുംബത്തിന് സ്വർണ്ണക്കട്ടി ഇട്ടുകൊടുത്ത് സഹായിച്ചതുപോലെ സാന്താക്ലോസ് വന്ന് ആ കാലുറകളിൽ സമ്മാനം നിറയ്ക്കുമെന്നാണ് സങ്കല്പം. കുട്ടികളുടെ സുഹൃത്തായിട്ടാണ് സാന്താക്ലോസ് അറിയപ്പെടുന്നത്. ക്രിസ്മസിന്റെ ഒരു പ്രതീകമാണ് നിക്കോളാസ്. മനുഷ്യ രക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശു ദൈവത്തിന്റെ സ്വയം ദാനമാണ്. മനുഷ്യരുടെ രക്ഷയ്ക്കും സന്തോഷത്തിനുമായി ദൈവം തന്നെ മനുഷ്യന് നൽകിയത് യേശുവിലൂടെയാണ്. ദൈവത്തിന്റെ നമുക്കുള്ള സമ്മാനമാണ് യേശു. യേശുവിന്റെ പിറവിത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വയം ദാനം എന്ന സമ്മാനമാണ് നാം അനുസ്മരിക്കുന്നത്. സ്വർണ്ണക്കട്ടകൾ നൽകി നിക്കോളാസ് ഒരു പാവപ്പെട്ട കുടുംബത്തെ രക്ഷിച്ചു. പാപികളായി തീർന്ന് നമ്മെ രക്ഷിക്കാനായി ദൈവം സ്വന്തം പുത്രനെ നൽകി. നിക്കോളാസ് നൽകിയ സ്വർണം ഉപയോഗിച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ സൗഭാഗ്യവാനായി. ദൈവം നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സൗഭാഗ്യപൂർണ്ണമാവൂ. സ്വർണവും ധനവും ഒക്കെ കുറെ കാലത്തേക്ക് നമുക്ക് സന്തോഷം നൽകിയേക്കാം. യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവം നമുക്ക് നൽകുന്ന അനർഘ സമ്മാനമായ യേശുവിനെ സ്നേഹപൂർവ്വം കൈനീട്ടി വാങ്ങാം. ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിറയും. നമ്മുടെ സന്തോഷത്തിന് അതിരുകളില്ലാതാവും. ക്രിസ്തുമസ് യാഥാർത്ഥ്യമാവുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് പപ്പായുടെ ഐതിഹ്യവും യഥാർത്ഥ വശങ്ങളും നാം കണ്ടു കഴിഞ്ഞു.
സാന്താക്ലോസിനെ വരയ്ക്കുമ്പോഴും ആ കഥകൾ അറിയുമ്പോഴും യേശുവിൽ നിന്നും ഹൃദയം ചോരാതെ നമുക്ക് ആ വലിയ സ്വയം ദാനമായ ക്രിസ്തുമസിൻ്റെ മനുഷ്യരക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശു ദൈവത്തിൻ്റെ സ്വയം ദാനമാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് സന്തോഷത്തിനുമായി ദൈവം തന്നെ മനുഷ്യന് നൽകിയത് യേശുവിലൂടെയാണ്. ദൈവത്തിന് നമുക്കുള്ള സമ്മാനമാണ് യേശു. പിറവിത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വയം ദാനം എന്ന സമ്മാനമാണ്. സ്വർണ്ണക്കട്ടകൾ നൽകി നിക്കോളാസ് ഒരു പാവപ്പെട്ട കുടുംബത്തെ രക്ഷിച്ചത് ഓർമ്മയിലൂടെ വെക്കുമ്പോഴും നമുക്ക് അനുസ്മരിക്കാനുണ്ടാകേണ്ടിയത്. ആമേൻ.